കാസർഗോഡ് ഒരു ഉമ്മയെ കബറടക്കിയപ്പോൾ പലക വെച്ച സമയം തന്നെ അത് ഇടിഞ്ഞു താഴ്ന്നു. ഇത് എന്തെങ്കിലും ശിക്ഷയുടെ മുന്നറിയിപ്പാണോ ഉസ്താദേ? ഇത് എഴുതിയ ചോദിച്ചത് മുഹമ്മദ് റഷീദാണ്, മലപ്പുറത്ത് നിന്നും. അങ്ങനെയൊക്കെ സ്വാഭാവികമായി സംഭവിക്കാം. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. മണ്ണിൻ്റെ പ്രശ്നം ഉണ്ടാവാം, ചിലപ്പോൾ മഴ, ഈർപ്പം, അങ്ങനെയൊക്കെ ഉണ്ടാവാം. അള്ളാഹു കാക്കട്ടെ. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും അങ്ങനെ സംഭവിച്ചു എന്ന് കേൾക്കുമ്പോൾ ഒരു സങ്കടമാണ്. ആ ഉമ്മാക്കും ബന്ധുക്കൾക്കും അതൊരു നൊമ്പരമാണ്, അത് കണ്ടവർക്ക് അതൊരു പ്രയാസമാണ് ഒക്കെ തന്നെയാണ്. അള്ളാഹു നമ്മളൊക്കെ മരിക്കുമ്പോൾ അത്തരം അവസ്ഥകൾ അള്ളാഹു തരാതിരിക്കട്ടെ. കാരണം ഒരു നല്ല മയ്യത്തിൻ്റെ അടയാളങ്ങൾ പറയുമ്പോൾ അതിനൊരു തടസ്സം ഉണ്ടാവില്ല എന്നാണ്. അന്ന് എല്ലാം അനുകൂലമായിരിക്കും. ഖബർ വെട്ട് വളരെ എളുപ്പത്തിൽ കഴിയും. കുളിപ്പിക്കലും പൊതിയലും ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ കഴിയും. മയ്യത്ത് ചുമന്നുകൊണ്ടു പോകുന്നതോ വളരെ ഭാരം കുറഞ്ഞ ഒരു വസ്തു കൊണ്ടുപോകുന്ന അതേ സുഖം ആ മയ്യത്ത് ചുമക്കുമ്പോൾ കിട്ടുമെന്നാണ്. അപ്പോൾ ഇത്തരം തടസ്സങ്ങൾ വരുന്നത് അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. നമുക്ക് ആ ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യാം. അള്ളാഹുവേ, ആ പ്രിയപ്പെട്ട മാതാവിൻ്റെ ഖബർ വിശാലമാക്കി കൊടുക്കണം. അള്ളാഹ് സ്വർഗം കൊടുക്കണം റഹ്മാനെ. ജന്നാത്തുൻ നഈമിൻ്റെ സുഗന്ധം അടിച്ചു വീശുന്ന ഖബറാക്കി ആ ഖബറിനെ നീ മാറ്റി കൊടുക്കണേ റബ്ബേ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ എന്ന് നമുക്കെല്ലാവർക്കും ദുആ ചെയ്യാം.